നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ പലരുടെയും വായിലൂടെ കപ്പലോടും. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അച്ചാറുകൾ. ഇനി അച്ചാറുകൾ തന്നെ എത്ര തരമാണല്ലേ ഉള്ളത്. നാടൻ കടുമാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ, ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പ്ലേറ്റ് കാലിയാകുന്ന വഴി കാണില്ല. കേടുകൂടാതെ നമുക്ക് കുറച്ചു നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതിനാലും അതിൻ്റെ രുചിയും മണവും ഒക്കെ തന്നെ നമുക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതിനാലും അച്ചാർ എല്ലാവർക്കും പ്രിയങ്കരമാണ്. നോൺ വെജ് അച്ചാറുകളോടാണ് ചിലർക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഡിമാൻഡ് കൂടുതലുള്ളതും ഇവയ്ക്കാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് കൊടുത്തയക്കാനും വീട്ടാവശ്യത്തിനുമെല്ലാം അച്ചാർ ഇട്ട് വയ്ക്കുന്നത് പണ്ടും ഇന്നും എല്ലാവരും തുടർന്നു പോരുന്ന ഒരു ശീലമാണ്. അത്രയ്ക്കും അച്ചാർ പ്രിയരാണ് മലയാളികൾ. കഞ്ഞിക്കും ചോറിനും ബിരിയാണിക്കും വരെ അച്ചാറുകൾ തന്നെ വേണം. എന്നാൽ ഇത് ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അച്ചാറിൽ പെട്ടെന്ന് പൂപ്പൽ അഥവാ ഫംഗസ് പിടിച്ച് കേടാകാൻ സാധ്യതയുണ്ട്. അച്ചാർ ഇത്രയേറെ സജീവമാണെങ്കിലും ഇത് പെട്ടെന്ന് പൂത്തു പോകുന്നത് കാണാം. കുപ്പിയുടെ മൂടി തുറക്കുമ്പോൾ തന്നെ അച്ചാർ കേടുവന്ന മണവും പൂപ്പലും കാണാം. പലരെയും നിരാശരാക്കുന്നൊരു കാഴ്ചയാണിത്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇത് വേഗം ചീത്തയായി പോകുന്നത് പലരെയും നിരാശരാക്കുന്നുണ്ട്. അച്ചാറിൻ്റെ രുചിയും ഗുണവും ദീർഘകാലം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിക്കവരും വിനാഗിരി ചേർത്ത് ഇതിന് പരിഹാരം കാണാറുണ്ട്. എന്നാൽ അതിനും മുന്നേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാർ വളരെ എളുപ്പത്തിൽ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അച്ചാർ ഇടുന്നതിന് മുൻപ് അതിനുപയോഗിക്കുന്ന സാധനങ്ങൾ പഴക്കം ചെന്നതല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് എണ്ണ, മസാല തുടങ്ങിയവ പഴക്കം ചെന്നതാണെങ്കിൽ അച്ചാറിൻ്റെ രുചിയെ ഇത് ബാധിക്കും. എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. എണ്ണ നല്ലതല്ലെങ്കിൽ അച്ചാർ വളരെ വേഗത്തിൽ കേടുവരും. അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ അല്പം എണ്ണയൊഴിച്ച് വറക്കുന്നത് ഈ പൂപ്പൽ വരാതിരിക്കാൻ സഹായിക്കും. എന്തുപയോഗിച്ചാണോ അതുപോലെ നമ്മൾ അച്ചാർ ഇടുന്നത് അവ നന്നായി കഴുകി വെള്ളം തുടച്ച് വേണം അച്ചാറിടാനായി എടുക്കാൻ. നാരങ്ങ, മാങ്ങ, വെളുത്തുള്ളി, നെല്ലിക്ക തുടങ്ങി എന്തുമാവട്ടെ ഇവയിൽ വെള്ളം തീരെയില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക തന്നെ വേണം. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ പൂപ്പൽ പിന്നെ ഏഴയലത്ത് വരില്ല. എണ്ണയുടെയും ഉപ്പിൻ്റെയും അളവ്. അച്ചാർ ഭരണിയിലോ കുപ്പിയിലോ ആവട്ടെ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ അച്ചാറിൽ എപ്പോഴും എണ്ണ മുകളിൽ നിറഞ്ഞു നിൽക്കണം. എണ്ണ ഒരു സംരക്ഷക പാളിയായി പ്രവർത്തിക്കുകയും അച്ചാർ വായുവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് തടയുകയും ചെയ്യും. ഇത് പൂപ്പൽ വളരുന്നത് ഗണ്യമായി കുറയ്ക്കും. അച്ചാറിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവിൽ പിശക് കാണിക്കാൻ നമ്മൾ പാടുള്ളതല്ല. വെളിച്ചെണ്ണയോ കടുകെണ്ണയോ എന്തുമാകട്ടെ എണ്ണ ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കണം. നല്ലെണ്ണയും ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് അച്ചാർ കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. വിനാഗിരിയുടെ ഉപയോഗം നമ്മൾ പലതരം അച്ചാറുകളിലും കാണുന്നുണ്ട്. വിനാഗിരി ഒരു പ്രിസർവേറ്റീവായി ഉപയോഗിക്കാറുണ്ട്. വിനാഗിരിയുടെ പുളിരസം പൂപ്പലിൻ്റെ വളർച്ചയെ തടയാൻ സഹായിക്കും. എന്നാൽ അമിതമായി ചേർക്കുന്നത് അരുചിക്ക് കാരണമാകും. പതിവായി അച്ചാർ കുപ്പിയിൽ സ്പൂൺ ഇട്ട് വയ്ക്കുന്നതും അപകടകരമാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്പൂൺ ഇട്ടതിന് ശേഷം അച്ചാർ പാത്രം നല്ല രീതിയിൽ അടയ്ക്കാതിരിക്കുന്നത് അച്ചാറിൽ ബാക്ടീരിയ പെരുകുന്നതിന് കാരണമാകും. അതുപോലെ അച്ചാറുകൾ ഗ്ലാസ് ഭരണിയിലോ ഗ്ലാസ് കുപ്പിയിലോ തന്നെ നിറച്ച് വയ്ക്കുക. പ്ലാസ്റ്റിക് ഭരണികളിലും കുപ്പികളിലും ഒക്കെ നമ്മൾ ഈ അച്ചാർ സൂക്ഷിക്കാതിരിക്കുക. അച്ചാറിട്ട് വയ്ക്കാൻ വായുവട്ടം കൂടിയ ജാറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുപ്പി നിറയും വിധം അച്ചാറിട്ട് വയ്ക്കുന്നത് വായു ഉള്ളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കും. അതുപോലെ ഭരണിയോ കുപ്പിയോ എന്താണെങ്കിലും കഴുകി വെയിലത്ത് വെച്ച് നന്നായി ഉണക്കണം. ശേഷം ഇതിലേക്ക് അച്ചാറുകൾ നിറയ്ക്കുന്നതാണ് ഉചിതം. മെറ്റൽ അടപ്പുള്ള ജാറുകളിൽ അച്ചാർ ഇട്ട് വയ്ക്കരുത്. മെറ്റൽ അടപ്പിൽ വിനാഗിരിയുടെ അംശം ചേരുമ്പോൾ രാസപ്രവർത്തനം ഉണ്ടായി അച്ചാർ കേടാകും. അച്ചാറിടുമ്പോൾ കറിവേപ്പില അതുപോലെ അങ്ങ് ഇടാതിരിക്കുക. കറിവേപ്പില വറുത്ത ശേഷമോ ഉണക്കിയ ശേഷമോ അച്ചാറിൽ ഇടാവുന്നതാണ്. ഇടയ്ക്കിടെ അച്ചാർ സൂക്ഷിക്കുന്ന ജാറ് തുറക്കുന്നത് വായു കടന്ന് ഇത് പെട്ടെന്ന് കേടാകുന്നതിന് സാധ്യതയുണ്ടാകും. കുറേ കാലത്തേക്ക് അച്ചാർ ഒന്നിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചെടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കി നമുക്ക് മാറ്റി സൂക്ഷിക്കാം. അതുപോലെ നനഞ്ഞ സ്പൂൺ നമ്മൾ ഒഴിവാക്കുക. അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ തികച്ചും ഉണങ്ങിയതായിരിക്കണം. നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കുന്നത് അച്ചാറിലേക്ക് ഈർപ്പം എത്താനും പൂപ്പൽ ഉണ്ടാകാനും കാരണമാകും. അച്ചാർ അധികമായാൽ അസിഡിറ്റി ഉൾപ്പെടെയുള്ള നിരവധി അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ തയ്യാറാക്കിയ അച്ചാറിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും പല പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്.
പ്രോബയോട്ടിക്കിൻ്റെ ശേഖരമാണ് അച്ചാറുകൾ. ഫെർമെൻറ്റേഷൻ വഴി തയ്യാറാക്കുന്ന അച്ചാർ കുടലിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. ഇവ ഭക്ഷണത്തെ വേഗം വിഘടിപ്പിക്കുകയും ദഹനം വേഗത്തിലാക്കുകയും ചെയ്യും. കുടലിൻ്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്നതിന് അച്ചാറുകൾ സഹായിക്കുന്നു. ഇത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. അച്ചാറിലെ പ്രോബയോട്ടിക്കുകൾ കുടലിനുണ്ടാവുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കുകയും പാളി ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതിനു പുറമെ കുടലിലെ മോശം ബാക്ടീരിയകളുടെ വളർച്ച തടയാനും അച്ചാർ സഹായിക്കും. മഞ്ഞൾ, കടുക്, ഉലുവ, വെളുത്തുള്ളി എന്നിവയിൽ കുടൽ, കരൾ എന്നിവയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഓക്സിഡൻറ്റ് കണികകൾ അടങ്ങുന്നു. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.